കുറച്ച് പേര് വന്നിട്ട് തുടങ്ങാം നമുക്ക്. പിന്നെ ഇപ്പം ഓൺലൈനിൽ വരുന്നവരിന്നിപ്പോ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ പട്ടിക കണ്ടൊക്കെ ഫുൾ മൂഡ് ഓഫായി. അപ്പോ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് മൂഡ് ഓഫ് ആയിനോന്ന് അറിയാൻ വേണ്ടിയാ. അപ്പൊ കമന്റ് ഇടുക കേട്ടോ. എന്നെ തന്നെ ഉണ്ടമ്മാവാ ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞിട്ടില്ലേ, ആ പരുവത്തിലാന്നുള്ളത്. അപ്പോ നമ്മൾക്ക് കോൺഗ്രസ് പാർട്ടി വേണം. നമ്മൾ അതുകൊണ്ടല്ലേ ശ്രദ്ധിക്കുന്നു. നമുക്ക് മറ്റൊരു നേട്ടമൊന്നുമില്ല. ആര് മന്ത്രിയായി വന്നാലും നമ്മളെ അമ്മാവന്റെ മക്കളൊന്നുമല്ല. നമുക്ക് പ്രത്യേകിച്ചിട്ട് ഒരു നേട്ടവും ഇല്ല. പക്ഷെ ഒരു പ്രസ്ഥാനം, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം രാജ്യത്ത് നിലനിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ തലപോളന്ന് സംസാരിക്കേണ്ടത്. കാരണം രാജ്യത്തിന്റെ 29 സ്റ്റേറ്റിലുണ്ടായ പാർട്ടി ഏകദേശം 3 സ്റ്റേറ്റിലേക്ക് ഒതുങ്ങിയ മാത്രമല്ല, 4 സ്റ്റേറ്റ് നഷ്ടപ്പെടുത്തിയ വിദ്വാന്റെ ഈ ഗ്രൂപ്പ് കളി കൊണ്ടും ചില അധികാരങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഞാൻ അതൊക്കെ ഒന്നൊന്ന് ബൈറ്റ് ഓരോ സ്റ്റേറ്റ് എടുത്തിട്ട് ഞാൻ നിങ്ങളോട് എല്ലാത്തിനും കാര്യം വിശദീകരിക്കും. പക്ഷെ എനിക്ക് അറിയേണ്ട വിഷയം എന്ന് വെച്ചാൽ, ഇന്ന് കോൺഗ്രസിന്റെ മന്ത്രി പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സന്തോഷമാണോ തരുന്നത്, അല്ലെങ്കിൽ മനപ്രയാസമാണോ തരുന്നത് എന്ന് നിങ്ങളെ കമന്റായിട്ട് അടയാളപ്പെടുത്തിയാൽ ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ? വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഫോം ചെയ്യുമ്പോൾ ഒരു കേരളം ഒരു പുരോഗതിയിലേക്ക് പോകുന്ന മാത്രമല്ല, ഇനി തുടർഭരണം നമ്മൾ തന്നെയായിരിക്കും. ഇനി ഒരു പക്ഷേ പശ്ചിമ ബംഗാളും ത്രിപുര പോലെ CPM അസ്തമിക്കും, BJP കേരളത്തിൽ ഉണ്ടാവത്തില്ല എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഈ വി ഡി സതീശന് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ കേരളത്തിലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അനുവദിക്കത്തില്ല. കൂട്ടത്തിലാണല്ലോ ഇത് കുതികാല് വിട്ട്. അത് ഇന്ന് തുടങ്ങിയതല്ലല്ലോ. ഇതിൽ അനുഭവങ്ങളും ചരിത്രങ്ങളും ഹിസ്റ്ററികളും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഈ നല്ലൊരു ദിവസത്തിൽ പറയുമ്പോൾ നിങ്ങളും വിചാരിക്കും എന്നും എന്തായി വിമർശിക്കാൻ വേണ്ടി വരുന്നതെന്ന് നിങ്ങൾ ഒരു വേളയെങ്കിലും ചിന്തിച്ചു പോകും. പക്ഷെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ എനിക്ക് ഒരു വ്യക്തി നട്ടമില്ലേ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോൺഗ്രസിന്റെ ആശയത്തിൽ വിശ്വസിക്കുമ്പോൾ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഉത്തരേന്ത്യ സ്റ്റേറ്റിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടതുപോലെ നമ്മൾ ജീവിച്ച് വളരുന്ന മണ്ണിനകത്തും ഇത് ഇല്ലാണ്ടാവറി എന്നുള്ളത് കൊണ്ട് മാത്രം. എങ്ങനെ ഇല്ലാണ്ടാവറി? ഇവരുടെ ചക്കളത്തെ പോരാട്ടം കൊണ്ട് മനുഷ്യന് മടുത്തിട്ട് ചില സമയം പോട്ട് പുല്ലെന്ന് പറഞ്ഞിട്ട് പോകില്ല നമ്മൾ എന്നതുപോലെ പോയി നമ്മളെ പാർട്ടി നശിക്കും. അതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പം ഇങ്ങനെ പറയുന്നത്. അല്ലാതെ വേറെ എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു നേട്ടങ്ങളില്ല. ഒരു ഗ്ലാസ് വെള്ളം ഈ പാർട്ടിക്കന്ന് ഇന്നുവരെ കുടിച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി ഏതെങ്കിലും അധികാര വർഗത്തിന് പോയിട്ട് കാലിയാൻ പിടിച്ചിട്ട് അത് പിടിക്കത്തുമില്ല. നമ്മൾ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യുന്നുമില്ലല്ലോ. അകാരണമായി നമുക്കൊന്നും വേണ്ടെന്നാലും നമുക്ക് അനുവദിക്കപ്പെട്ട സാധനം നമ്മൾ പിടിച്ചു വായിക്കും. അത് വിഷയം വേറെ. അതിനപ്പുറത്തേക്ക് ഇന്നുകളും ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടായിട്ടില്ല, നാളെകളിലും അതുണ്ടാവത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നേട്ടങ്ങളെങ്കിൽ ആരോടെങ്കിലും അച്ചാരം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി വാദിക്കുന്ന അല്ലെങ്കിൽ പറയുന്നതാന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടാവാനും പാടില്ല. ഓക്കെ? പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഈ വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുന്നെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ ഇങ്ങനെ വലിയ ആഘോഷിക്കുന്നുണ്ട്, അല്ല ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനുള്ള യോഗ്യത ഈ പറയുന്ന നേതാക്കന്മാർക്കുണ്ടോ എന്ന് നോക്കണം. കാരണം എന്താണെന്നറിയോ? ഒരു സ്ഥാനാർത്ഥി പട്ടിക നിശ്ചയിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ മന്ത്രിസ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുമ്പോൾ അവരെ യോഗ്യതയും ക്വാളിറ്റിയും അവരുടെ പ്രവർത്തന പരിചയമല്ല നോക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണാതെ അതിൽ ആ മതത്തിനകത്തും ജാതി തിരിച്ച് വർഗം തിരിച്ചിട്ടാണ് ഇവരിപ്പം എന്താ പറയുന്നത് മന്ത്രിസ്ഥാനത്തേക്കൊക്കെ ആളെ നിയമിക്കുന്നത്. ഈ നാടിനകത്തുള്ള ഏതെങ്കിലും മനുഷ്യൻ പറഞ്ഞോ, ഏതെങ്കിലും അണികൾ പറഞ്ഞോ ഈ ജാതി അടിസ്ഥാനത്തിൽ നിങ്ങൾ മന്ത്രിസ്ഥാനം ഉണ്ടാക്കണം,
യോഗ്യതയുള്ള അർഹതയുള്ള നാടിനെ മുന്നോട്ട് നയിക്കാൻ കരുത്തുള്ള ഏത് വിഭാഗത്തിൽ നിന്നാവട്ടെ നിങ്ങൾ അവിടെ ആക്കണോ അല്ലേ? അങ്ങനെയാ ചെയ്യണ്ട. അല്ലാതെ ഇപ്പോ ഹിന്ദു എനിക്കറിയില്ല, ഞാനൊന്നും ഈ പ്രായം വരെ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഇങ്ങോട്ട് ഇതിനകത്ത് ജാതിയും മതമൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. അതുവരെ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇതിനകത്ത് എത്ര ജാതി ഉണ്ടെന്നോ എത്ര കുലങ്ങൾ ഉണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ദൈവത്താണ് സത്യം ചെയ്തിട്ട് ഞാൻ പറയുന്നത്, എനിക്കറിയത്തില്ല. നമ്മളത് കാരണം നമ്മൾ മനുഷ്യനെ മനസ്സിലാക്കി കണ്ട് സൗഹാർദ്ദത്തിൽ വളർന്നു വന്ന ചുറ്റുപാടാണല്ലോ ആ കാലഘട്ടത്തിൽ നമ്മൾ ഉണ്ടായത്. അപ്പൊ ഇപ്പം മന്ത്രിസഭയ്ക്ക് നായർക്കിത്ര, നമ്പൂരിക്കിത്ര, ഈഴവർക്കിത്ര, ക്രിസ്ത്യാനിക്കിത്ര, മുസ്ലിങ്ങൾക്കിത്ര. ആരാടോ നിങ്ങളോട് ഇത് പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് ഇത്ര വേണം, ക്രിസ്ത്യാനിക്ക് ഇത്ര വേണം, അല്ലെങ്കിൽ ഈഴവനിക്ക് ഇത്ര വേണം? ചില മതത്തിന്റെ തലപ്പത്ത് കയറി ഇത് മതം വിറ്റ് ജീവിക്കുന്ന മതയോളികൾ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജാതിയോളികൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ താഴെ തട്ടിൽ നിങ്ങൾ ഇറങ്ങി നോക്കിയാൽ അങ്ങനത്തെ ഒരു ചിന്തയില്ല പാവപ്പെട്ടവന്റെ മനസ്സിനകത്ത്. നമ്മളൊക്കെ മനുഷ്യന്മാരാ, മനുഷ്യനെ മനസ്സിലായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ചില നേതാക്കന്മാർ അധികാരം കസാലിട്ട് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങളും ചില സമയം മതവും ജാതിയും ഒക്കെ പറയാറുണ്ട്. അത് താഴെത്തട്ടിലേക്ക് അടിച്ചേൽപ്പിക്കണ്ട. ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? ഒരു മന്ത്രിസ്ഥാനത്തേക്ക് തീരുമാനിക്കുമ്പോൾ ഒന്നിക്കലും ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള മുൻ പരിചയം വേണം, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് വാർഡിലെ മെമ്പറായിട്ടോ പരിചയം വേണം. ഇതൊന്നും ഇല്ലാത്ത ഇപ്പം മത്സരിപ്പിക്കാൻ സീറ്റ് കൊടുത്തു. യാദർശികമായിട്ട് ഈ ഒഴുകി പിണറായി വിജയനോടുള്ള വിദ്വേഷവും ഭരണവിരുദ്ധ തരംഗവും കൊണ്ട് വിജയിച്ച് കയറി വന്നു. സത്യമായിട്ട് അവർ കഴിച്ചു. ഇന്ന് നോക്കൂ മന്ത്രി പട്ടികയിൽ ഇതെന്താ പിള്ളേർ കളിയാ? എനിക്ക് മനസ്സിലായി, അതിന്റെ ലോജിക്ക് എന്താന്ന് മനസ്സിലായി. പിള്ളേർ കളിയാ ഇത്? ഒരു സ്റ്റേറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കപ്പാസിറ്റി വേണ്ടേ? ഇതിനകത്ത് മന്ത്രി അല്ലെ 10-15 വർഷം MLA ആയ നല്ല കഴിവുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനകത്തില്ലേ? നിങ്ങളെന്താ അവരെ മാറ്റി നിർത്തിച്ച് എന്നിട്ട് പറയാ ഇവർ ഉളുപ്പില്ലാതെ ഛർദ്ദിക്ക വൃത്തിയോട്ടവന്മാർ. അത് ഈഴവൻ കൂടുതലുണ്ടല്ലോ, ഇവിടെ നായർ ഇത്ര ഉണ്ടല്ലോ, ഇവിടെ നമ്പൂരി ഇത്ര ഉണ്ടല്ലോ. നിങ്ങളോട് ആരാടോ ഇത് പറയും? അല്ല, കഴിവുള്ളവരെ ആക്കടോ, കഴിവുള്ളവരെ ആക്ക്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഇനി വെള്ളാപ്പള്ളിയും അങ്ങനെ പറയുമ്പോ അവരെ വിമർശിക്കാനാറ്റം വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലായ? നിങ്ങളാ മേലെ തട്ടുന്നത് ആദ്യം ജാതിയും മതവും വർഗവും പറഞ്ഞ് ഈ കുഞ്ഞു മനസ്സിനകത്ത് പോലും ഇഞ്ചക്ഷൻ കയറ്റി വെക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇത്രയും പ്രായമായി. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കൽ തുടങ്ങിയിട്ട്. അതുവരെ നമുക്കറിയത്തില്ല. മനസ്സിലായ? പിന്നെ മുസ്ലിമിന് കൊടുത്തിട്ടില്ലെങ്കിൽ മുസ്ലിമിന്റെ പ്രാതിനിധ്യമായിട്ടുള്ള സ്ഥിതിക്കിന് തീരുമാനിച്ചു. നിങ്ങളോട് ആരോടെ മുസ്ലിംസിന്റെ അട്ടിപ്പേരേറ്റെടുക്കാൻ പറയുന്നത്? ആരാ നിങ്ങളുടെ മുസ്ലിംസിന് ഇങ്ങനെ മന്ത്രി കൊടുക്കണം പറഞ്ഞിട്ടുണ്ടോ? കഴിവുള്ളവർ ആരായാലും, പവർഫുള്ളുള്ള ലീഡേഴ്സ് ഉണ്ടെങ്കിൽ, ഒരു സ്റ്റേറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം ഇച്ഛാശക്തിയോടെ നടപ്പാക്കാൻ കഴിവുള്ള അവരെ കൊണ്ടുപോവാ നിങ്ങൾ. അങ്ങനെയാക്ക്. അല്ലാതെ നിങ്ങൾ ഈ ജാതിയും കുലവും മതവും തികഞ്ഞെടുത്തിട്ട് നിങ്ങളെ അധികാരം തലക്കിട്ടുറപ്പിക്കാൻ വേണ്ടി അതുണ്ടാക്കണ്ട. മനുഷ്യനെ മനുഷ്യനായി കാണാദ്യം. ചോരയെല്ലാം ഒന്നാ. ഈ ജാതിയും കുലവും വർഗങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യന്മാർ ഉണ്ടാക്കിയതാ. മനസ്സിലാ? സംഘപരിവാറിന്റെ അതേ നയം ഇങ്ങോട്ട് സ്വീകരിക്കല്ല. സംഘപരിവാർ ഉത്തരേന്ത്യ സ്റ്റേറ്റ് അതല്ലേ സ്വീകരിക്കുന്നു? അല്ലേ? ഞാൻ ചോദിക്കട്ടെ, VT ബൽറാം ഇല്ലേ? 10-15 വർഷം നല്ല എഡ്യൂക്കേറ്റഡ് അല്ലേ? എന്തേ അവരെ ആക്കാണ്ട് ഇന്നലകളിൽ ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ പോലും ആവാത്ത ആളെ പിടിച്ച് മന്ത്രിസ്ഥാനത്തേക്ക് എന്തിനാ? ഇതാ പാർട്ടിയോടുള്ള കൂറ്. നിങ്ങളെ മാധ്യമത്തിന്റെ മുമ്പ് ഇത് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഈ പാർട്ടിയോട് അടങ്ങാത്ത കൂറാണ്, പാർട്ടിയാണ് എന്റെ എല്ലാം, ഞാൻ ചത്തു കഴിഞ്ഞാൽ മൂവർണ്ണ പതാക എന്റെ നെഞ്ചത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. കണ്ടില്ലേ? നമ്മൾ കണ്ടില്ലേ? എന്നിട്ട് ഇപ്പൊ ഇന്ന് എടുത്തു വെച്ച പണി എന്നാ പണി? ഞാൻ അവരെ കുറച്ച് കാണില്ല. പക്ഷേ ഒരു സ്റ്റേറ്റിന്റെ മന്ത്രിയാകുമ്പോ അറ്റ്ലീസ്റ്റ് മുൻ പഞ്ചായത്ത് വാർഡ് മെമ്പറായിട്ടുള്ള പരിചയം വേണ്ടേ? വേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അലോസരമായിട്ട് നിങ്ങൾ കമന്റ് ഇട്. വേണ്ടേ? അതുണ്ടോ? ഇപ്പൊ ആ ലിസ്റ്റ് കൊടുത്ത പട്ടികയിൽ 2 ആള് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിങ്ങൾ ഒരു ഗവൺമെന്റ് ഫോം ചെയ്ത് പോകുന്നത് എങ്ങനെയോ ഒരു പാർട്ടി ഒരു പ്രസ്ഥാനത്തിന് നേട്ടം അവരെങ്ങനെ വിലയിരുത്തുക? ഭരണം മുന്നോട്ട് പോകുമ്പോ അത് കരുത്ത് വേണം അല്ലേ? ഒരു സർക്കാരിന്റെ വിലയിരുത്തൽ ഒരു എന്താ പറയണ്ട, അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട. ഇതിപ്പോ ഇവർക്ക് എത്ര ഉദ്യോഗസ്ഥന്മാർ ഇപ്പം ചെലവ് ചുരുക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ഇവരെയൊക്കെ പിടിച്ചവിടെ ആക്കിയാൽ ആരാ ഭരിക്കുക? ഉദ്യോഗസ്ഥന്മാർ.
ചില സമയം കോൺഗ്രസിനോട് വിദ്വേഷവും വൈരാഗ്യമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഉണ്ടെങ്കിൽ ഉള്ളിലേക്കൂടി പണി തരുമ്പോൾ ഞങ്ങളെ പാർട്ടിയെ എന്താ പറയണ്ടേ ഇകയറ്റാനും പാർട്ടി ഇല്ലാതാക്കാനും വേണ്ടി എന്തെങ്കിലും നമുക്ക് മനസ്സിലാവുമോ? അത് കുറച്ച് വിവരവും നിയമസഭക്കകത്ത് പ്രവർത്തിച്ച പരിചയമുള്ള ഒരാളൊക്കെ അവിടെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ എന്ത് വരുമ്പോൾ അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. ഇത് ഗ്രൂപ്പ് വളർത്താൻ വേണ്ടി അതാ VD സതീശനെ ജനങ്ങൾ ദോഷത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയാക്കിയല്ലോ. അപ്പൊ അന്ന് ഞാൻ മിനിയാന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, 6 മന്ത്രിമാരും പ്രധാനപ്പെട്ട ഇന്ത്യക്ക് വേണമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എടുത്ത് പരിശോധിക്ക്, പേര് നോക്ക്. നിങ്ങൾ ഇന്നിപ്പോ പട്ടികയിൽ ഉണ്ടാക്കിയ പേര് നോക്കുക. എന്നിട്ട് ഈ കഴിഞ്ഞ 14 ദിവസം ഈ ദേശീയ വലിയ പ്രസ്ഥാനത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിലിട്ട് ചവിട്ടി മെതിക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തവന്റെ അവർക്ക് പിന്തുണച്ച ആളാണോ അല്ലേ നിങ്ങൾ എടുത്തിട്ട് നോക്ക്. നിങ്ങൾ നോക്ക്. എന്നിട്ട് അവനിക്ക് വേണ്ടി കുറെ സഹതാപതരംഗ യൂട്യൂബോളികൾ ഇന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനൊക്കെ എണ്ണിയ മറുപടി നാടകം മുതൽ പരമ്പരയായിട്ട് തുടങ്ങും. ഞാനിവിടെ തന്നെ കാണും. മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞല്ലോ, എന്റെ അവസാന ശ്വാസം വരെ കോൺഗ്രസിന് വേണ്ടി പോരാ, കോൺഗ്രസിന്റെ ആശയത്തിന് വേണ്ടി. ഒരു നേതാവിന് വേണ്ടിയില്ല, കോൺഗ്രസിന്റെ ആശയത്തിന് വേണ്ടി എന്നാൽ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അത് എന്റെ ശബ്ദം കേൾക്കാൻ അവസാനത്തെ ഒരാള് ഇതിനകത്തുണ്ടെങ്കിൽ, ഈ ഫേസ്ബുക്ക് എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ അവനിക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. ഒരു തർക്കവും നിങ്ങൾക്ക് ആയിരിക്കും വേണ്ട കേട്ടാ. അപ്പോ ഇതാണ് റിയാലിറ്റി ഉണ്ടായിട്ടുള്ളത്, ഇതാണ് വസ്തുത. അപ്പൊ ഞാൻ എങ്ങനെ പറയണം, എനിക്ക് ഒന്നും കാര്യങ്ങള് വളരെ വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഓരോരോ സ്റ്റേറ്റിന്റെ കാര്യം എടുത്ത് നാളെ മുതൽ ഞാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് പക്ഷെ ഇന്നിപ്പോ ഞാൻ ഉച്ചവരെ വലിയ ആകാംക്ഷയോടുകൂടി നിന്നതാ. എന്നിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കൊണ്ടുപോയിട്ട് സ്പീക്കറാക്കി വെച്ച്, എന്നാ ആ ശക്തൻ നാടാര സ്പീക്കറായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഒരു വകുപ്പ് കൊടുത്ത് ഇവരെ കൂട്ടത്തിൽ നിർത്തി. കാരണം അദ്ദേഹം ഒരുപാട് പാർലമെന്റിൽ പ്രവർത്തിച്ച് അസംബ്ലിയിലൊക്കെ പ്രവർത്തിച്ച് പരിചയസമ്പന്നരായ വ്യക്തിയാ. അദ്ദേഹത്തിന്റെ ഉപദേശമൊക്കെ കിട്ടണം ഇപ്പൊ പുതിയ വരുന്നവയ്ക്കൊക്കെ. അങ്ങനെയൊക്കെയല്ലേ ചെയ്യണ്ടേ? അതൊന്നും ചെയ്യാതെ അയാളെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി മൂലക്കാട് സ്പീക്കറാക്കി വെച്ച്, എന്നിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള ഇവരെ ഞാൻ പറയുന്നില്ല. പണ്ട് ബ്രിട്ടീഷുകാർ ചൂതൊക്കെ പാരമ്പര്യം നിങ്ങൾക്കറിയാം. ബ്രിട്ടീഷുകാർ നമ്മൾ പറയുന്നില്ല, RSSകാർ സംഘീയത ബ്രിട്ടീഷുകാരെ ചൂതൊക്കെ കൊടുക്കലായിരുന്നു നിങ്ങൾക്ക് പണി. ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ സ്വാതന്ത്ര്യം വാങ്ങിക്കുമ്പോൾ എന്നതുപോലെ കോൺഗ്രസിന്റെ അണികള് ഇവിടെ പ്രവർത്തിച്ചിട്ട് ഇവറ്റകളെ വിജയിപ്പിച്ച് അങ്ങ് വിട്ടുകഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ലാഭമുണ്ടാക്കാൻ വേണ്ടി നക്കലാ. അതിന് മേൽപ്പെട്ടുള്ളവന്റെ നക്കും. അത് നക്കി തുടക്കും എന്താവും, ഇവിടെ ഇത് കിട്ടും. അപ്പം പാർട്ടിയല്ലേ ഇവർക്ക് വരുന്നത്. ഇവർ ഈ മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇക്കിളിപ്പെടുത്തി പറയുന്നോ, ഞാൻ ചത്തു കഴിഞ്ഞാൽ എന്റെ മേത്തും ത്രിവർണ്ണ പതാക വെക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ ഡയലോഗാ. അതിപ്പം ഇന്ന് മനസ്സിലായല്ലോ. ഇന്ന് ഈ മന്ത്രിമാരുടെ ലിസ്റ്റ് പട്ടിക എടുത്ത് നിങ്ങളൊന്ന് പരിശോധിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. നിങ്ങളതായ ഇതിലൊന്ന് എടുത്ത് പരിശോധിക്കുക, നോക്ക് നിങ്ങൾ. ഞാൻ ഈ ക്ലിപ്പിന്റെ തുടക്കത്തിലേ പറയുന്നുണ്ട്. ഇത് എന്ത് ആവർത്തന വിരസത നിങ്ങൾക്ക് തോന്നാം. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതല്ല, നിങ്ങൾ വിട്ടുകൊണ്ടാ. ഞാൻ ആവർത്തിച്ച് വീണ്ടും പറയുന്നു, പഞ്ചായത്ത് മെമ്പർ പോലും ആവാത്തവർക്ക് മന്ത്രിസ്ഥാനം എങ്ങനെ കൊടുത്തു? എന്തിനു കൊടുത്തു? ആർക്ക് വേണ്ടി കൊടുത്തു? അത് പറ. അത് നിങ്ങൾ ചോദ്യം ചെയ്യണ്ടേ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, VD സതീശനെ ജനരോക്ഷത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ആക്കിയതിന്റെ പകപോക്കൽ. അതായത് നിന്നെ ഭരിക്കാൻ വിടൂല. എങ്ങനെ? ആ അനുഭവങ്ങൾ കോൺഗ്രസിന്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുക. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം വന്നു. സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടി വിജിലൻസ് കേസിലകപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത്രി സ്ഥാനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏൽപ്പിക്കുക. പിന്നീട് ഏതോ മതത്തിന്റെ മുതലാളിമാരുടെ തിണ്ണക പോയി നിറങ്ങിയിട്ട് അവിടെ കൊണ്ട് പറയിപ്പിച്ച് താക്കോൽ ഇവിടെ കൊടുക്കണം, പൂട്ട് അവിടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പാർട്ടി അവർക്ക് ഭയപ്പെട്ട് അടിമപ്പെട്ട് പൂട്ടും താക്കോലും വേറൊരുത്തന്റെ കയ്യിൽ കൊടുത്ത്. മനസ്സിലാക്കണം. കൊടുത്ത് അതിനുശേഷമാണ് വലിയ മറ്റൊരു വിവാദം വരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട്. ആ മുഖ്യമന്ത്രി ഇവിടെ ഇല്ലാത്ത സമയത്ത് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് കയറിയിട്ട്
നിങ്ങൾ മനസ്സിലാക്കണം. ഭരിക്കുന്ന കോൺഗ്രസ്. ആഭ്യന്തരമന്ത്രി ഇവിടെ ഉണ്ട്. ആഭ്യന്തരമന്ത്രി അറിയാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് കയറ്റിട്ട് അറസ്റ്റ് ചെയ്യത്തില്ലല്ലോ. അപ്പം എന്തായാലും ഇവരുടെ ഉദ്ദേശം എന്തേലും ഉദ്ദേശം? അങ്ങനെ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പാരമ്പര്യം ഉള്ളവരൊക്കെ തന്നെയാണ് ഇപ്പം ഈ മന്ത്രിസഭക്കകത്തുള്ളത്. അതുകൊണ്ട് വി ഡി സതീശൻ സാറോട് പറയാ, 2 കണ്ണ് മുമ്പിലുണ്ടാകുമ്പം 1 കണ്ണ് പിറകിൽ വേണം കേട്ടോ. മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. പോറ്റി വളർത്തിയ നേതാവിന്റെ വീട്ടിൽ കയറി ചോറും തിന്ന് കയ്യും കഴുകി വിരളും നക്കി റോഡുമ്മൽ വന്നിട്ട് എങ്ങനെ പിന്നിൽ നിന്ന് കുത്തിയ പാരമ്പര്യം ഉണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരും ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോരോ ദിവസവും ഞങ്ങളും ശ്രദ്ധിക്കണം. മനസ്സിലാക്കിയ? പാർട്ടിയാണ് വലുത്. പാർട്ടിയാണ് ഇവറ്റകളെ തെരഞ്ഞെടുത്തത്. സാധാരണ ജനങ്ങളാണ്, നിങ്ങളാണ്. വീട് കയറി പട്ടിണി കിടന്ന് ഇടതുപക്ഷത്തിന്റെയും സംഘടനകളുടെയും തെറി മുഴുവൻ കേട്ട് എന്നിട്ട് ഉണ്ടാക്കി കൊടുത്ത് ഇവരുടെ സ്ഥാനത്തേക്ക് എത്തിച്ചതാ. അത് പാർട്ടിയുള്ള കൂറുകൊണ്ടായിരിക്കാം. അപ്പൊ ആ നിങ്ങൾക്ക് 5 വർഷം ശരിക്ക് വി ഡി സതീശനെ പെർഫോമൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്ത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. മനസ്സിലായ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം കേട്ടാ. ആരെങ്കിലും ഒരാൾ പറയാൻ വേണ്ടേ? തിരുത്തൽവാദിയും വേണ്ടേ? ഞാൻ മിനിയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോസിനകത്ത്, ഇത് വീതം വെക്കുമ്പോ നിങ്ങളെ ഇതല്ല എന്നതുപോലെയാണ് ഇപ്പൊ ഇത് ഞാൻ കണ്ട്. അപ്പൊ അങ്ങനെ പാരമ്പര്യം ഉണ്ട്. അപ്പൊ അത് ഞാൻ ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം സതീശൻ സാറോട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് CPM-നെയോ BJP-യോ ഒട്ടും ഭയപ്പെടേണ്ട. പക്ഷെ കൂട്ടത്തിലുള്ളവരാ പിറകിൽ എപ്പോഴും 1 കണ്ണ് വേണം. 1 കണ്ണ് പിറകിൽ വേണം. കാരണം അനുഭവത്തിന്റെ തീച്ചൂളയിൽ ചവിട്ടിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞങ്ങൾ കണ്ട വസ്തുതയായി. പ്രായം നമുക്ക് ഒരുപാട് അല്ലായല്ലോ. നമ്മൾ ഈ ചെറുപ്പം മുതൽ ഇതിന്റെ പിറകിൽ തന്നെയാണല്ലോ നമ്മളിങ്ങനെ ശ്രദ്ധിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പോറ്റി വളർത്തിയ ലീഡറെ വീട്ടിനകത്ത് പോയി ഭക്ഷണവും കഴിച്ച് കയ്യും കഴുകി പുറത്ത് വന്ന് ആ ലീഡർക്ക് ഒട്ട് പണിയിട്ട് വെച്ച ആൾക്കാരൊക്കെ ഉള്ള പാർട്ടിയായത്. മനസ്സിലായ? പാർട്ടിയോടൊന്നും ഇവറ്റകൾക്ക് ഒരു കാലത്തും 1 കൂറും ഉണ്ടായിട്ടില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ പറയുന്ന മന്ത്രിസഭയ്ക്ക് ഈ പറയുന്ന വ്യക്തിയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാളെയോ മറ്റന്നാൾ അങ്ങോട്ട് പോകും. ഞാൻ ഉടയ തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് ഞാൻ 2 ദിവസം പ്രാർത്ഥിച്ചിരുന്നു, ഒന്ന് പോവണേ. പക്ഷെ വരിവരിയായിട്ട് പോയിട്ട് നന്നാക്കുക, ഇങ്ങനെ വരക്കുക, എന്നിട്ട് തടയിൽ പിടിച്ച് നീ പറഞ്ഞ സ്ഥാനം തരാം. എന്തിന്? ആർക്ക് വേണ്ടിയാണോ തടയിക്കൊണ്ടുവരും? നിങ്ങൾ പരസ്പരം തടയുക. എടാ, ഒരു പ്രസ്ഥാനത്തോട് കൂറും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാന്നറിയാം. ഇത്രയും കാലം ഞങ്ങൾക്ക് കിട്ടിയില്ലേ? ഞങ്ങൾ ശതകോടീശ്വരന്മാരായില്ലേ? എല്ലാ അർഹിക്കാത്തതിന് അപ്പുറത്തേക്കും പാർട്ടി ഞങ്ങൾക്ക് തന്നില്ലേ? ഇനി എന്താ വേണ്ടത്? കിട്ടാത്തവർക്ക് കിട്ടട്ടെ, അല്ലെങ്കിൽ സ്വമേധയാ തെരഞ്ഞെടുക്കട്ടെ. ഇനി എനിക്കൊരു സ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നില്ല. ഞാൻ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും. അങ്ങനെയല്ലേ ചെയ്യണ്ടേ? അല്ലേ? ഇത് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നില്ല, ജയിച്ച MLA-മാർക്ക് അതിലില്ല. അപ്പൊ ഇവിടുന്ന് വണ്ടിയെടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയി, എന്നിട്ട് അവനെ പറഞ്ഞു മനസ്സിലാക്കിച്ചിട്ട് നിനക്ക് ഇന്ന വകുപ്പ് തരാ, ബാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്. എന്താണ് ഇത്? ഇതാ പാർട്ടി കൂറ്? ഇതാ എന്നെ ചത്തു കഴിഞ്ഞാൽ എന്റെ മേലെ മറ്റേ സാമാനം പുറപ്പിക്കണം എന്ന് പറയുന്നത്? അറിയാം, ഈ നാടകമൊക്കെ പണ്ട് കാലത്ത് നടക്കും. ഇപ്പൊ ബോധമുള്ള ജനങ്ങളാ കേട്ടാ. ഇനി ജമ്മത്തിൽ ഉത്തരേന്ത്യ സ്റ്റേറ്റിൽ നിങ്ങൾ കൊണ്ടോ ഒരു 30 വർഷക്കാലം കഴിയാണ്ട് ഉത്തരേന്ത്യ സ്റ്റേറ്റിലൊന്നും ഒരു സ്ഥലം നമ്മൾ നോക്കണ്ട. കാരണം അക്കോളത്തിലാക്കി വെച്ച് ഘടകകക്ഷിയിലെ ഇന്ത്യ സഖ്യത്തെ പോലും തകർത്ത് തരിപ്പണമാക്കി. ഇന്നലെ വന്ന ഏതോ സിനിമക്കാരെ ഒരു പാർട്ടി ഉണ്ടാക്കിയപ്പോൾ താൽക്കാലികമായിട്ടുള്ള വിജയം ഉണ്ടായി, സ്വാഭാവികം. ഏതുപോലെ ആം ആദ്മി പാർട്ടി ഉണ്ടായതുപോലെ ഉടനെ 2 മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരറ്റ ചാട്ടാപ്പുറം.
ഞങ്ങളെ ആവൽ ഘട്ടത്തിൽ 3% വോട്ടുള്ള സമയത്ത് പോലും ഇന്ത്യൻ പാർലമെന്റിനകത്തേക്ക് 10 സീറ്റ് ഞങ്ങൾക്ക് തന്ന്, 10 എംപിമാരെ ഉണ്ടാക്കി തന്ന്, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 27 സീറ്റ് തന്ന്, കഴിഞ്ഞ 20 MLA ഉണ്ടാക്കി തന്ന ഒരു പാർട്ടിയെ അങ്ങനെ തന്നെ, എന്താ ഞാൻ പറയുന്നില്ല, ബാക്കി മനസ്സിലാക്കണം. അങ്ങനെ ഞങ്ങളെ വീണ് കിടന്നിരുന്ന് ഞങ്ങളെ തട്ടി എഴുന്നേൽപ്പിച്ച ഒരു പ്രസ്ഥാനത്ത് ഒരു മാന്യത പോലും കാണിക്കാതെ ഇന്നലകളിൽ വന്നവന്റെ കൂടെ 2 മന്ത്രിസ്ഥാനത്തിന് പോയി എന്ന് പറയുമ്പോ എവിടെയാ ഈ പാർട്ടി ഇനി വളരും. ബോധവും പൊക്കണവും ഉള്ളവന് ദേശീയ തലപ്പത്താക്കണം, ചിന്തിക്കാൻ കഴിവുള്ളവന്, അപ്പം വരും. അല്ലാതെ കാലത്തോളം ഇനി ACC പ്രസിഡന്റ് സ്ഥാനത്തേക്കാവും കണക്കായി താപ്പ, അതും കൂടിയേ വേണ്ടു. എന്നിട്ട് കേരളം പിന്നെ നമ്മളെപ്പോഴുള്ളവര് ജീവനുള്ള കാലത്തോളം കോൺഗ്രസിന് ഒരു വലിയ കോട്ടം വരൂല ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാരണം ഞങ്ങൾ ഇത് എന്ത് കണ്ടു കഴിഞ്ഞാൽ, ഞങ്ങൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർ കൈക്ക് പിടിക്കും. ഇത് തർക്കവും വേണ്ട, നമ്മളിവിടെ ആയിപ്പോയതുകൊണ്ടാ. അപ്പൊ അതുകൊണ്ട് ആ പ്രതീക്ഷ ഞങ്ങൾക്ക് വേണ്ട, മനസ്സിലായ? അപ്പോ എന്നിട്ടതിന് ശേഷം മിനിയാന്ന് കരുണാനിധി അദ്ദേഹത്തെ പരാജയപ്പെടുത്ത മണ്ഡലത്തിലേക്ക് അദ്ദേഹം പോയി. കരുണാനിധിന്റെ മകൻ സ്റ്റാലിൻ, മുൻ മുഖ്യമന്ത്രി. അവിടുത്തെ ജനങ്ങൾ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നു, ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, ഞങ്ങൾ ആവേശത്തിൽ ആ മറ്റേ സിനിമന്റെ DVK എന്താ പാർട്ടി അതിന് വോട്ട് ചെയ്തതുപോലെ തപ്പ് സാറേ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞ പ്രശ്നമല്ല. കാരണം അടപ്പതിച്ച് 0 ബാലൻസ് ഉള്ള ഒരു പാർട്ടിയായിരുന്നു DMK. അത് തിരിച്ചു വന്നതാ. നിങ്ങൾ ചിന്തിക്കണം, ഇപ്പൊ രാഹുൽ ഗാന്ധി പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ ഇലക്ഷൻ ക്യാമ്പയിന് നേരിട്ടപ്പോൾ ഞങ്ങൾക്ക് പാർലമെന്റിലേക്ക് 52 സീറ്റ് ഒട്ടാകെ ഉണ്ടായത്. ആ 52 നിന്ന് 10 ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയതാ. 19 സീറ്റ് കേരളത്തിലും കിട്ടി. സ്വാഭാവിക കേരളത്തിൽ ഞങ്ങൾക്ക് 10 ഉണ്ടാവല്. ആ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവൂ എന്നുള്ള നിലക്ക് കേരളത്തിലെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാർ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്ത്, UDF വോട്ട് ചെയ്ത്, അതുകൊണ്ട് 19 സീറ്റ് കിട്ടി. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ 10 കിട്ടി. അങ്ങനെയാണ് 52 ഉണ്ടായത്. ഇനി ഒരു പക്ഷേ തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് 10 സീറ്റ് തന്നിട്ടില്ല, 10 സീറ്റ് വിജയിച്ചില്ലെങ്കിൽ എത്രയാ ഉണ്ടാകുക? 42. ഇനി 42 അത്തരം ഒരു കേരളത്തിന് 19 കിട്ടി, 9 അധികം കിട്ടിയോ? 9 കിട്ടിയില്ലെങ്കിൽ എത്രയാ ഉണ്ടാകുക? 32 സമാനങ്ങൾ അല്ലേ? അതല്ലേ ഉണ്ടാകുക? രണ്ടാമത്തെ ഇതും അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചേ, അല്ലേ? അപ്പൊ ഞങ്ങൾ ആപൽ ഘട്ടത്തിൽ, ഞങ്ങളെ എന്താ പറയാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഞങ്ങളുടെ വിഷമത്തിന്റെ ഘട്ടത്തിൽ ഞങ്ങളെ സഹായിച്ച ചെറിയ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ മതി. ഇനി വ്യാകരണങ്ങളും ന്യായീകരണങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവാം. പക്ഷെ ഞങ്ങൾ ദൂരെ നിന്ന് നോക്കി കാണുമ്പോ ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിലപാടാണ് സ്വീകരിച്ച്. ഇപ്പൊ ഇതുപോലെ വന്ന പാർട്ടിയില്ല MRP പാർട്ടി. അതിന്റെ അവസ്ഥ എന്താ ഇപ്പോ? ആ സാധനം വന്നത് കൊണ്ട് നഷ്ടങ്ങൾ കോൺഗ്രസിനാണ് ഉണ്ടായത്. എന്നിട്ട് ആ കോൺഗ്രസിനെ തകർത്ത ആ ചർച്ചയെ BJP ഗവൺമെന്റ് പിടിച്ച് ജയിലിലിട്ടപ്പോ അവനിക്ക് സിന്ദാബാദ് വിളിക്കാൻ വേണ്ടി പോയ നാളം കെട്ട പാർട്ടിയും കൂടെ എന്റെ പാർട്ടി. ഞാൻ വിശ്വസിക്കുന്ന പ്രശ്നശാസ്ത്രം. കാരണം അത് പാടില്ല, അത് ജനാധിപത്യത്തിന്റെ വിരുദ്ധതയാണ്. അങ്ങനെ എന്ത് വിരുദ്ധത? കട്ടുപണി. ഒരു കോൺഗ്രസിന് ശീലാധിഷ്ഠിത ഇല്ലാതെ പച്ച നാള പറഞ്ഞിട്ടല്ലേ ഡൽഹിയിൽ ഓൻ അധികാരത്തിൽ വന്നത്. ആ നാണം കെട്ടവൻ ശീലാധിഷ്ഠിത ദീർഘവീക്ഷത്തോടെ ഉണ്ടാക്കിയ 15 വർഷക്കാലത്തേക്ക് സ്റ്റേറ്റിനകത്തുണ്ടാക്കിയ ധനം എടുത്തുകൊണ്ട് കുറച്ചു കാലം ഫ്രീ കൊടുത്തു അല്ലേ? അതിനപ്പുറത്തേക്ക് അവൻ എന്തെങ്കിലും ചെയ്തോ? ചെയ്തില്ല. അവനും കട്ടു. അപ്പം BJP പിടിച്ച് ഉള്ളിലിട്ടു. അപ്പം അവനെ സഹായിക്കാൻ വേണ്ടി ഈ കോൺഗ്രസിനെ പുലിയാട്ട് പറഞ്ഞ് കോൺഗ്രസിനെ ഇല്ലാതാക്കിയ ആ നാണം കെട്ടവനിക്ക് വേണ്ടി ഇത് സിന്ദാബാദ് വിളിച്ച് എന്നിട്ട് അവനെ കോൺഗ്രസിന്റെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ആൾ ശ്രമിച്ചു. നിങ്ങൾ ചിന്തിക്കണം ഇവറ്റകളുടെ ബുദ്ധി, ഇവന്റെയൊക്കെ ബുദ്ധി തലക്കകത്ത് തലച്ചോറൊന്നുമല്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ അത് കുറച്ച് യൂട്യൂബ് ഓളികളെ വാങ്ങിച്ചിട്ട് ഇതിങ്ങനെ തള്ളി വിടുക. ഇനി നിങ്ങൾ ചോദിക്കും, നീ വലിയ അല്ല, ഒരു സാമാന്യ വിശേഷ ബുദ്ധി നെല്ലൂത്തിയരിന്റെ ചോറ് തിന്നുന്നവനിക്ക് ചിന്തിക്കാനുള്ള ഇതേ ഉള്ളൂ. ഇതിനകത്ത് വലിയ ഡിഗ്രി ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ആ പാർട്ടി തന്നെ പ്രവർത്തിക്കണമെന്നൊന്നുമില്ല. ലേശം ചെല്ലൂത്തിയരിന്റെ പാലക്കാട് മട്ടന്റെ ചോറ് തിന്നാൽ ഇതൊക്കെ മനസ്സിലാവും.
മനസ്സിലാക്കണം. ഇനി ആ പാർട്ടി എന്ത് ചെയ്തു? പിന്നെ ഡൽഹിയിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കി. അതും കഴിഞ്ഞതിന് ശേഷം പഞ്ചാബിൽ 3-2 ഭൂരിപക്ഷം കൊണ്ട് ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ അവിടെയും ഇല്ലാതാക്കി. ഇനി ആ സ്പെഷ്യലേക്ക് ആരെ വീണ്ടും BJP വരിക. ഇനി ഡൽഹിയിൽ അവന് വഴി വന്ന് BJPക്ക് സ്പെഷ്യലൊക്കെ ഇനി ഡൽഹി ഞങ്ങൾ നോക്കണ്ട. അതേപോലെയാണ് പഞ്ചാബിലും ഇപ്പൊ ഉണ്ടാകുക. അടുത്ത ടൈം ഇപ്പം അത് പൊട്ടിപ്പറത് പാലീസായി. അത് 7 MP NDAയിലേക്ക് പോയി. അപ്പൊ അതങ്ങനെ ഒരു താൽക്കാലികമായിട്ട് അങ്ങനെ പോകുന്നതേ ഉള്ളൂ. അടുത്ത വർഷം അവിടെ ഇലക്ഷൻ വരും. BJP ത്രൂ ആയി പോകും. ആരാ കോൺഗ്രസിനെ നശിപ്പിച്ച്? കേജ്രിവാൾ. ആ നശിപ്പിച്ചവനിക്ക് ആരാ പിന്തുണ കൊടുക്കുന്നത്? ഞങ്ങളെ പാർട്ടി. അവന്റെ എല്ലാ പ്രസിഡന്റ് ഘട്ടങ്ങളും അവനെ സഹായിക്കാൻ വേണ്ടി BJPക്കാർ ചവിട്ടി ഒതുക്കുമ്പോ ഞങ്ങൾ അവനെ കൈപിടിച്ചു ഉയർത്താൻ ഞങ്ങളെ വമ്പന്മാർ ഓടുക. എന്നാൽ ഞങ്ങള് വീണിടന്നിടത്ത് നിന്ന് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയെ വേട്ടയാടുമ്പോ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രതിരോധിക്കുന്നതിനൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് രാഹുലിന് സംരക്ഷണ വലയം ഓർത്ത് പ്രതിരോധം തീർക്കുന്ന സ്റ്റാലിനെ ഒരു പരാജയം ഉണ്ടായപ്പോ കാണിച്ച ഇത് നിങ്ങൾ കണ്ട എന്താ ചെയ്തു വെച്ചെന്നുള്ള കാര്യം. ഇനി പോവാമായിരുന്നു. ആ സ്റ്റാലിനോട് ചോദിച്ച് CPIM പിന്തുണ കൊടുത്തിട്ടുണ്ടല്ലോ, മുസ്ലിം ലീഗ് പിന്തുണ കൊടുത്തിട്ടുണ്ടല്ലോ. അതെങ്ങനെയാ? അവർ കൃത്യമായി ചോദിച്ച് സംസാരിച്ച് അവരുടെ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് അവർ പിന്തുണ. ഒരു പ്രശ്നമില്ല. എന്നാ ഇതെന്താ ചെയ്തത്? ഇത് ഉടനെ 2 മന്ത്രിസ്ഥാനം തരാന്ന് പറയുമ്പോഴേക്ക് ഇതും ഒരൊറ്റ ചാട്ട അപ്പുറത്തേക്ക്. സ്റ്റാലിൻ പറഞ്ഞില്ലേ നന്ദി കാണിക്കണം എന്ന് പറഞ്ഞില്ലേ? നന്ദി. ഒന്ന് പോകുന്നുണ്ടോ പൊക്കോ. ശരി, ഒരു മാന്യതയില്ലേ? നിങ്ങൾ അറിയണം. ഒരു മലപ്പുറത്ത് നമ്മളൊക്കെ കണ്ടതല്ലേ മാധ്യമങ്ങളിലെ കൂടി. ഒരു സ്ത്രീ മരണപ്പെടുന്നതിന് മുമ്പ് കുഴഞ്ഞു വീണപ്പോ ഒരു പട്ടി അങ്ങടും ഇങ്ങടും ഓടിയിട്ട് ആളെ വിളിച്ചു കൂട്ടിയത് നമ്മൾ കണ്ടതല്ലേ. അതിനുശേഷം ആ സ്ത്രീ മരണപ്പെട്ട പാമിന ഉമ്മ എന്നങ്ങട്ടാ പേര്. ഇപ്പോഴും പള്ളിക്കാട്ടിലെ ഖബറിന്റെ അടുത്ത് ആ പട്ടി ദിവസം പോവാറുണ്ട് സന്ധ്യാസമയാവുമ്പോ. എന്തിനാന്നറിയോ? ആ പട്ടിക്ക് വിശക്കുമ്പം ഒരു നേരത്തെ ആഹാരം കൊടുത്തതിന്റെ നന്ദി അത് കാണിക്കുന്നു. മനസ്സിലായോ? അതിന്റെ പോലും ബുദ്ധിയുണ്ടോ ഇവറ്റകൾക്ക് എന്ന് നിങ്ങളെ മനസാക്ഷിയോട് ചോദിക്കും. ചോദിച്ചു നോക്ക് നിങ്ങൾ. ഇന്ത്യ സഖ്യം തകർന്നു. DMK വേറെ ബ്ലോക്കിലിരിക്കാനായി. ഇപ്രാവശ്യം 235 ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ നോക്കിയോ? ആ വിഷയവുമായി ബന്ധപ്പെട്ട് UPയിൽ മുലായൽ സിംഗിന്റെ പാർട്ടി നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വരുന്ന ഇലക്ഷനിൽ സഖ്യം ഉണ്ടാവോ ഇല്ലെന്ന് പറയാം. സഖ്യം ഒരു സീറ്റ് പോലും ഞങ്ങൾക്ക് അവിടെ കിട്ടത്തില്ല. തമിഴ്നാട്ടിലും ആ സ്ഥിതിയിലേക്ക് പോയി. പിന്നെ കിട്ടേണ്ട മഹാരാഷ്ട്രയിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത്. മഹാരാഷ്ട്രന്റെ അവസ്ഥ ഞങ്ങൾക്കൊക്കെ അറിയാലോ. പ്രതിപക്ഷം പോലും ഇല്ലാത്ത ഒരു സ്റ്റേറ്റായി മാറി. അവിടെയും പിന്നെ എന്താ പറയാ, ശരത് പവാറിന്റെ പാർട്ടിയൊക്കെ അങ്ങോട്ട് പോയി. അവിടെയും പൊട്ടി. ഇവിടെ നിന്നാ വരണ്ട്? ആകാശത്തുനിന്ന. അതെയാ? ഇതൊക്കെ ആരെ കൊണ്ടുണ്ടായതാണെന്നറിയാം നിങ്ങള്? അതാ പറയാ, അണ്ടിക്കുറപ്പുള്ളവൻ അവിടെ നിൽക്കണം. പാർട്ടിയോട് കൂറും കടപ്പാടുമുള്ളവനാണ് തലപ്പത്തെങ്കിലില്ലേ ഇതൊന്നും സംഭവിക്കൂല. ഒക്കെ രമ്യമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകും. മനസ്സിലായ? ഇതെല്ലാം പോട്ടെ. പഞ്ചാബിൽ കോൺഗ്രസിന്റെ ഭരണം നഷ്ടപ്പെടാണ്ടായ കാരണം എന്താ? 10 വർഷക്കാലം അധികാരത്തിന് പുറത്തു നിന്നൊരു പാർട്ടിയെ ക്യാപ്റ്റൻ അമീന്ദർ സിംഗ് നേതൃത്വത്തിലാണ് ഒരു ശക്തമായിട്ടുള്ള സമരങ്ങളൊക്കെ നടത്തി അധികാരം തിരിച്ചു പിടിക്കുന്നത് അല്ലേ? അങ്ങനെ അധികാരത്തിൽ വന്നു. ഒരുപാട് പ്രശ്നങ്ങൾ. ഇതുപോലെ തന്നെ സതീശൻ എങ്ങനെയാണോ മുഖ്യം, അതുപോലെ തന്നെ അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടൊക്കെ മുഖ്യമന്ത്രിയായി. അയാൾ 5 വർഷം ഭരിക്കാൻ വിട്ടോ? ഇവൻ വിട്ടോ? വിട്ടില്ല. 2.5 വർഷം ആകുമ്പം അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയ. നിങ്ങൾ നോക്കണം. അപ്പൊ അന്ന് കൊടികുത്തിയ കർഷക സമരം നടക്കുന്നുണ്ട് ഡൽഹിക്കകത്ത്. സംഘപരിവാർ സർക്കാർ ആ സമരക്കാരെ ഡൽഹിയിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി റോഡ് സൈഡ് മൊത്തം ബ്ലോക്കാക്കി, മുള്ളുവേലി കെട്ടി അങ്ങനെ ബ്ലോക്ക് അടിച്ച് നിൽക്കുന്ന ഘട്ടം. അപ്പം ഏറ്റവും കൂടുതൽ കർഷകർ വരുന്നത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇതേ പഞ്ചാബിൽ നിന്നാണ് ആ സമയത്ത് വരുന്നത്. അപ്പം ഒരുപാട് നേതാക്കന്മാർ, കർഷക നേതാക്കന്മാരൊക്കെ ഈ സമരത്തിന്റെ ഭാഗവുമായിട്ട് അമിത്ഷായുമായിട്ട് ചർച്ച നടക്കുമ്പോഴൊന്നും ഒരു ഫോം വഴി കണ്ടെത്താനാകുന്നില്ല. അങ്ങനെ അവസാനം കർഷകരെ വിശ്വാസത്തിലെടുത്ത, കർഷകർക്ക് വേണ്ടി ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി
BJP ഗവൺമെന്റ് വിളിപ്പിച്ചത് ഈ ക്യാപ്റ്റൻ അമീന്ദർ സിംഗിനെയാണ്. മനസ്സിലാക്കണം നിങ്ങൾ. അത്ര കരുത്തും കാമ്പുണ്ട് ആ മനുഷ്യനിക്ക്. ആ മനുഷ്യൻ വന്ന് ചർച്ച ചെയ്ത് ഒരു പരിധിവരെ കർഷകത്തിന് ആവശ്യങ്ങൾ സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് പോകുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ആരാ പ്രശ്നം തുടങ്ങുന്നത്? ആരാ വെച്ചിട്ടാ കളിച്ചവേ? ഒരു BJPയിലെ കൂടി ആം ആദ്മിയിലെ കൂടി കോൺഗ്രസിലേക്ക് കടന്നു വന്ന ഒരു മട്ടത്തലക്കെട്ടുകാരൻ, അവന്റെ പേര് ഏതൊരു സിംഗ്, ക്രിക്കറ്റ് മട്ടലൊരിച്ച് കടന്നവന്. അവൻ ഉടനെ പറഞ്ഞ് എനിക്കിവിടെ മന്ത്രിസ്ഥാനത്തിനോട് പിന്നെ ഇന്ന വകുപ്പ് വേണം, പറ്റൂല. അങ്ങനെ അവനെ ഒന്ന് മെരുക്കാൻ വേണ്ടി PCCയുടെ അധ്യക്ഷനാക്കി. ഇതൊക്കെ ഇവിടെയുള്ള കളിയാട്ടാ. ആരെ ക്യാപ്റ്റൻ അമീന്ദർ സിംഗിനെ അവിടുന്ന് പുറത്താക്കണം. അങ്ങനെ ഇവനെ ആക്കിയതിന് ശേഷം ഇവൻ ഇങ്ങനെ പോകെ ഒരു 6 മാസം ഏകദേശം എത്തുമ്പോഴേക്ക് ഇവൻ ഒരു 5, 8, 10, 15 MLA-മാരൊക്കെ ചാക്കിട്ട് പിടിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ പിന്തുണ പിൻവലിക്കും, എന്റെ കൂടെ ഇത്രയുണ്ട്, എനിക്കും മുഖ്യമന്ത്രിയാവണം എന്ന് പറഞ്ഞു. പ്രശ്നങ്ങളായി. അപ്പൊ ഞാൻ ആ സമയത്ത് തന്നെ ഇവനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ 30ഓളം ഗ്രൂപ്പിനകത്ത് ഞാൻ തൊണ്ടകൊട്ടി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അന്നേരം അതിനകത്തുള്ള കോൺഗ്രസുകാർ മുഴുവൻ എന്നെ തെറിവിളിക്കുക. നിനക്കെന്തറിയാം? അവിടെ എന്താ പറയാ, ഒരു നിരീക്ഷകനെ വിട്ടിട്ടുണ്ട്. അവിടെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയപ്പോൾ ക്യാപ്റ്റൻ അമീന്ദർ സിംഗിന് ഒരു ജനപിന്തുണയുമില്ല. ഇങ്ങനെ നിർവചിക്കുക. ഈ ചെങ്ങായി എന്തിന്റെ ഉദ്ദേശത്തിലാണ് ഞാൻ ബൈക്കോയെ പറഞ്ഞുതരാം. ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ നടത്തി ഇവന് 10-15 MLA-മാരെയും കൂടി ഒരു പാർട്ടിയെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഒരു രോഗം ഉണ്ടാക്കുമ്പോൾ മൂപ്പർ ചാടിയിറങ്ങി. ക്യാപ്റ്റൻ അമീന്ദർ സിംഗ് അവിടെ മാറണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നീയും തൽക്കാലം ആവണ്ട, ഞങ്ങൾക്ക് ലോകത്തിലെ മഹാ അത്ഭുതം 3 ആൾ, അതിലൊന്നും കൂടി അങ്ങ് ഉൾപ്പെടുത്താം, 4 ആക്കി കളയാം. ഇതാ ഒരു എന്നത് കൈനിയ, ഇങ്ങനെ വെക്കുന്നില്ലേ നമ്മുടെ നാട്ടിലെന്ന് പറയാ, കൈനിയ, അങ്ങനത്തെ ഒരു പേരുള്ള ഒരു വലിയ ഒരു ദളിതിന്റെ ആദ്യമായിട്ട് ലോകം അറിയപ്പെടുന്ന ദളിത് മുഖ്യമന്ത്രി ഇതാ ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇനി അവിടെ പ്രതിപക്ഷമില്ല, അവിടെ ഒരു പാർട്ടിയുമില്ല, ഇനി ഞങ്ങൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബാണങ്ങൾ അടി തുടങ്ങിയവര്. അവരുടെ കാണാം, നമുക്കത് കാണാൻ പോകുന്ന പൂരം ഞങ്ങൾ പറഞ്ഞറിയിക്കണ്ടല്ലോ. അവിടെ കോൺഗ്രസ് വന്നത് 10 വർഷം അധികാരത്തിന് പുറത്തു നിന്ന് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് ആര്? ക്യാപ്റ്റൻ അമീന്ദർ സിംഗ്. 5 വർഷം ഭരിക്കാൻ പറ്റാത്ത ചരിത്രം അവിടെ പറയുന്നതും ഒപ്പം കോൺഗ്രസിനെ എങ്ങനെ ഇല്ലാതാക്കി എന്നുള്ള ചരിത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെന്നിയെ കൊണ്ടുവന്നു, ചെന്നിയാക്കി. അപ്പം ക്യാപ്റ്റൻ അമീന്ദർ സിംഗ് പാർട്ടിന്ന് പിന്നെ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി. അപ്പൊ സ്വാഭാവികമായിട്ട് കേന്ദ്രത്തിൽ എന്തെങ്കിലും സ്ഥാനങ്ങൾ തരാമെന്ന് പറഞ്ഞ് അപ്പൊ അവിടെ നോക്കുമ്പം അവിടെയും പുള്ളിയുണ്ടല്ലോ. ഈ പുള്ളിയാണല്ലോ ഒരു വക നേതാക്കന്മാരെയൊക്കെ ഈ പുള്ളി പറയും, ചംച്ചയടിക്കും, അപ്പം മറ്റേ കേൾക്കും, അങ്ങ് ഔട്ടാക്കും. അങ്ങനെ ക്യാപ്റ്റൻ അമീന്ദർ സിംഗിനെ പുറത്തോട്ട് തള്ളി. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തും പോയി. ആ പുറത്തു പോയതിനു ശേഷം പിന്നെ ഞങ്ങളെ മലയാളി കോൺഗ്രസിന്റെ തെറിവിളിയാ അദ്ദേഹത്തെ, ക്യാപ്റ്റൻ അമീന്ദർ സിംഗിനെ. പക്ഷെ അദ്ദേഹത്തെ ദ്രോഹിച്ചതും അദ്ദേഹത്തെ ഉപദ്രവിച്ചതും അദ്ദേഹത്തിന് BJPയിലേക്ക് തള്ളിവിട്ട വിദ്വാൻ ഇവിടെ സുഖ. എന്നിട്ട് എന്താ പറയുന്ന, അധികാരം തലക്ക് പിടിച്ചവൻ പോകുന്നുണ്ട് പോട്ടെ. എന്ത് അധികാരം തലക്ക് പിടിച്ച്? ഒരു മനുഷ്യൻ പാർട്ടി അധികാരത്തില്ലാത്ത സ്ഥലത്ത് 10 വർഷം പാർട്ടി ഇല്ലാത്ത എടുത്തുനിന്ന് കഷ്ടപ്പെട്ട് 5 വർഷം അദ്ദേഹം ആ നാട് മുഴുവൻ കാൽനടയായി കർഷക പ്രക്ഷോഭങ്ങൾ അടക്കം ഉണ്ടാക്കിയിട്ട് അധികാരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ മനുഷ്യനെ സ്വസ്ഥമായിട്ട് ഭരിക്കാൻ വിടാത്തത് മാത്രമല്ല, അദ്ദേഹത്തെ പുറത്താക്കിയത് മാത്രമല്ല, അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ പോലും മനസ്സ് കാണിക്കാതെ അദ്ദേഹം മനോവേദനയോടുകൂടിയാ പുറത്തോട്ട് പോകുന്നത്. മനസ്സിലാക്കണം. അങ്ങനത്തെ ആ മനുഷ്യനെ തെറിവിളി തുടങ്ങി. ഓക്കെ. അപ്പം ഇവിടെ ഗവൺമെന്റ് ഉണ്ടല്ലോ, ഇത് കുന്നി എന്നാണ്, പന്നിയ. ഇപ്പൊ അവരൊന്നും ഞങ്ങളെ പാർട്ടിയിലില്ല, അതെല്ലാം പോയി, പാർട്ടിയെ നശിപ്പിച്ചിട്ട്. അങ്ങനെ ഇലക്ഷൻ പിന്നെ വന്നു. അങ്ങനെ ഇതാ കോൺഗ്രസ് 100 മെഡിക്കൽ 200 സീറ്റിൽ ഞങ്ങൾ ഇതാ വിജയിക്കും. അവിടെ ഭയങ്കര ക്യാമ്പയിൻ ഉണ്ട്. ഞങ്ങൾ അവിടെ രഹസ്യാന്വേഷണ വിഭാഗത്തെ വിട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ അന്വേഷിച്ച് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഓരോരാളെ വീട്ടിന്റെ ഉള്ളിൽ കയറി ഞങ്ങൾ എന്താ പറയാ, ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടെ കോൺഗ്രസ് തരംഗമാണ് എന്നൊക്കെ പറഞ്ഞു. അതെയാ, ശരി, ഓക്കെ, ഞാൻ റിസൾട്ടിന് കാത്തു നിന്നു. അപ്പൊ അന്നേരൊന്നും ഈ പറയുന്ന ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിനകത്തൊരു സ്പൈസും ഇല്ല കേട്ടാ, മനസ്സിലാക്കണം നിങ്ങൾ. അപ്പൊ ആ ഇലക്ഷനിൽ കുറച്ച് ഈ പറയുന്ന കെജ്രിവാള് വിജയിക്കുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല, എല്ലാവരും വെറുതെ അങ്ങ് വെച്ച്. അതായത് ഇപ്പൊ ഈ തമിഴ്നാട്ടില് ഈ സിനിമക്കാരൻ പാർട്ടി ഉണ്ടാക്കിയത് പോലെ. കാരണം അതിനൊരു ചട്ടക്കൂടുമില്ല, ഒരു കമ്മിറ്റിയും ഇല്ല, ഒരു ബ്ലോക്ക് കമ്മിറ്റി ഇല്ല, ഇങ്ങനെയൊന്നും ഇല്ലാണ്ട് വഴിയെ പോക്കറ്റിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുക തന്നെ. അപ്പൊ അവിടെ ഒരു സിനിമന്റെ വികാരത്തിന്, സിനിമന്റെ ഭ്രാന്തിന്റെ പേരും വോട്ട് ചെയ്തതായിരിക്കും, അതെന്തോ ആവട്ടെ. എന്നതുപോലെയാണ് ഇവിടെ ആം ആദ്മി പാർട്ടി പഞ്ചാബില്
സ്ഥാനാർത്ഥിയെ വെച്ചത്. റിസൾട്ട് വന്നപ്പോഴല്ലേ 3-2 ഭൂരിപക്ഷം ആയിരിക്കും ആം ആദ്മി പാർട്ടിക്ക്. സത്യത്തിൽ ആ കെജ്രിവാൾ തന്നെ ഞെട്ടിപ്പോയി. ഇതെന്തായി കേൾക്കുന്നത്? അയാൾ സ്വപ്നം അയാൾ ഇങ്ങനെ തലകുടഞ്ഞു നോക്കി. ഞാൻ സ്വപ്നം കാണുന്നൊന്നും അയാൾ ചിന്തിച്ച് ഒരു പ്രതീക്ഷയില്ല ആ മനുഷ്യനിക്ക്. കാരണം എന്താ, ഇപ്പറം കോൺഗ്രസ് ക്യാപ്റ്റൻ അമീന്ദർ സിംഗിനോട് കാണിച്ച കൊടും ചതിക്കെതിരെ അവിടുത്തെ ജനങ്ങൾക്ക് പ്രതികരിക്കണം. പക്ഷെ ഓപ്പോസിഷൻ നിൽക്കുന്ന ബി.ജെ.പിയെ പഞ്ചാബിൽ അടുപ്പിക്കത്തില്ല. പക്ഷെ ഇനിയെ അടുപ്പിക്കും കേട്ടാ, അത് വിഷയം പറയുന്നുണ്ട്. ഇനി ബി.ജെ.പി വരും, അതായത് അതിന്റെ കളിയിലും കളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ബി.ജെ.പിയാണ് ഓപ്പോസിഷൻ. പക്ഷെ ഇപ്പൊ വേറൊരു ഓപ്ഷൻ ഇല്ല. പിന്നെയാണ് ആം ആദ്മി പാർട്ടി അവിടെ വന്ന് അപ്പം മുഴുവൻ കോൺഗ്രസും ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തു. ഇങ്ങനെയാണ് ആ സ്റ്റേറ്റിനകത്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കിയത്. മനസ്സിലാക്കണം. അങ്ങനെയാണ് അവിടെ ആം ആദ്മി പാർട്ടി വരുന്നത്. ഇനി ആ ആം ആദ്മി പാർട്ടിനെ ഇല്ലാണ്ടാക്കി ബി.ജെ.പി ആ സ്പേസിലേക്ക് അടുത്ത പ്രാവശ്യം കടന്നു വരും. പിന്നെ ശുഭം. മനസ്സിലായി. ഞങ്ങൾ പിന്നെ മൈതാനം നോക്കി നാട് നീളെ നടന്ന് ഇങ്ങനെ പ്രസംഗിക്കും. മോഡി അങ്ങനെയാണ്, ഫാസിസം നടപ്പാക്കുന്നുണ്ട്, ഞങ്ങളിതാ കാണിച്ചില്ലേ, ഇതാ കള്ളവോട്ട് കണ്ടില്ലേ, ഇതിങ്ങനെ പ്രസംഗിക്കും. അത് കുറെ ഞങ്ങളെ പോലത്തെ പോങ്ങന്മാർ കേൾക്കും. ഞങ്ങളത് റിപ്പീറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഗ്രൂപ്പിൽ പോയിട്ട് സംഖ്യയുള്ള ഗ്രൂപ്പ് എന്ന് പറയും. പക്ഷെ അവിടെ എന്താ, നമ്മളൊരു പഴമൊഴി നമുക്ക് വാക്ക് ചെവിക്ക് പുറത്തു. ഇതൊന്നും ബി.ജെ.പിയോ മറ്റു പാർട്ടിക്കാരോ ഉൾക്കൊള്ളാൻ പോലും തയ്യാറല്ല. അവരുടേതായ കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കി ഓരോ സ്റ്റേറ്റും പിടിച്ചെടുത്ത് മുന്നോട്ട് പോകും. ഇതാണ് യഥാർത്ഥത്തിലെ റിയാലിറ്റി. ഇനി ഇതിനകത്തൊരു മാറ്റം ഞങ്ങൾക്ക് വരണം, കോൺഗ്രസ് തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ സച്ചിൻ പൈലറ്റിനെ പോലുള്ളവരെ ഇതിന്റെ തലപ്പത്തേക്ക് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയും അങ്ങനെ കൊണ്ടുവന്ന് ഹിന്ദി ബെൽറ്റ് മേഖലയിൽ നിന്നും, പിന്നെ കർണാടകത്തിലെ D.K. ശിവവർമ്മ പോലുള്ളവരെ കൊണ്ടുപോയി ദേശീയ തലത്തിൽ ബി.ജെ.പിയോട് കട്ടിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ, എന്താ പറയാ, ആരടാ നീക്കും ഞാനടാന്ന് പറയണ്ടേ. അല്ലാതെ ഇത് മൈക്ക് മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് ഞാൻ വലിയ ഫാസിസത്തിന്റെ പോരാട്ടമാണ്, ഞങ്ങളിവിടെ ബി.ജെ.പിയോട് നേർക്കുനേരെന്ന് പറയുന്നു. ആരോട് പറയുന്നില്ലേ, എന്ത് പറയുന്നില്ലേന്നാ പറയുന്നത്? ഒരു സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്റ്റേറ്റിനകത്ത് ഇലക്ഷൻ നടന്നു, ഞങ്ങൾ MLA-മാരെ 5 വർഷക്കാലം ആ പാർട്ടിയോടൊപ്പം നിർത്തിക്കാനുള്ള കപ്പാസിറ്റി വേണോ? മനസ്സിലായ? അല്ലാതെ നിങ്ങൾ പറയുന്നു ജയിച്ചു വന്ന് MLA-മാർ പോയി അവരെ സ്വാതന്ത്ര്യമല്ലേ അവരുണ്ടാക്കിയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പാവപ്പെട്ട പ്രവർത്തകന്മാർ കഷ്ടപ്പെട്ട് വിജയിച്ചു വിടുന്നത് അവർക്ക് സ്വാതന്ത്ര്യമില്ലേ? അവരെ സ്വാതന്ത്ര്യം ആരാ പിന്നെ വാങ്ങിച്ചു കൊടുക്കുക? അപ്പൊ ഒരു സ്റ്റേറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു വാണിങ്ങോ അല്ലെങ്കിൽ ഈ ബി.ജെ.പി ഒക്കെ ചെയ്യുന്നത് പോലെ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുത്തർക്ക് എന്താ പറയാ, ആ ചിന്ത പോലും ഉണ്ടാവത്തില്ല പോവാനല്ലേ. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ആ കോൺഗ്രസ് മത്സരിച്ചാലും ബി.ജെ.പി മത്സരിച്ചാലും ജയിച്ചാൽ ഏതായാലും കോൺഗ്രസ് ജയിച്ചാലും 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. അപ്പൊ നിങ്ങൾ തന്നെ ഗവൺമെന്റ് ഫോം ചെയ്തോ, 6 മാസം വരെയല്ലേ ഉള്ളൂ, അതുവരെ ക്ഷമിക്ക് എന്ന തരത്തില് എന്താ പറയാ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അങ്ങനെയാണല്ലോ കാണുന്നത്. എത്ര സ്റ്റേറ്റിനകത്ത് 40 MLA-മാരെ അടക്കം മുഖ്യമന്ത്രി അടക്കം സ്പോൺസർ ചെയ്ത് കൊണ്ടുപോയില്ലേ? എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഈ പ്രസ്ഥാനത്തിന്? പിന്നെ എന്തിനാ ഈ സാധാരണ പ്രവർത്തകർ ഇവറ്റകളെ വിജയിപ്പിച്ച് വിടുന്നത്? അതിനെ തടയിട്ട് അവിടെ പിടിച്ചു നിർത്തിക്കാൻ കഴിവില്ലെങ്കിൽ. അപ്പൊ അങ്ങനെ അവരെ ഇനി ജയിച്ചു വന്ന MLA-മാരടക്കം പോവാതിരിക്കണമെങ്കിൽ D.K.യെ പോലുള്ള നേതാക്കന്മാർ എവിടെ വരണം? ദേശീയ തലത്തിൽ വരണം. ഈ ക്യാപ്റ്റൻ അമീന്ദർ സിംഗിനെയൊക്കെ ദേശീയ തലത്തിൽ കൊണ്ടാകുന്നെങ്കിലോ ചൂണ്ടുവിരലിന്റെ മുകളിൽ MLA-മാരെ നിർത്തിക്കും. ചൂണ്ടുവിരലിന്റെ മുകളിൽ ആ തലക്കെട്ട് കണ്ടാ മതി. മനസ്സിലായ? ഒറ്റ ഒരുത്തനും പോകത്തില്ല മറ്റൊരു പാർട്ടിയിലേക്ക്. നിങ്ങൾ നോക്കിയ ബി.ജെ.പി എത്ര സ്റ്റേറ്റ് ഭരിക്കുന്നുണ്ട്, അവരെത്ര MLA ഉണ്ട്, ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നുണ്ടോ? പോയ വിവരറിയും. ഒന്നിക്ക് അവന് ഭൂമി തന്നെ ഉണ്ടാവത്തില്ല. മനസ്സിലായ? ഇനി കോൺഗ്രസ് ഒരുപാട് പേര് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഈ കോൺഗ്രസിൽ നിന്നുണ്ട് എളപ്പളക്കുന്നത് പോലെ അവിടെ പോയിട്ട് ഇപ്പൊ എന്തെങ്കിലും ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അതും പറ്റത്തില്ല. മനസ്സിലായ? അപ്പൊ കോൺഗ്രസിനെ കൊല്ലുന്നത്, കോൺഗ്രസിനെ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുന്നത്, കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കുന്നത് ബി.ജെ.പിന്റെ അജണ്ടയാണെങ്കിലും അത് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങളിലുള്ളവർ തന്നെയാണ് എന്ന് കഴിഞ്ഞ ഒരുപാട് ഒരു 10 വർഷത്തിന് 10-15 വർഷം ഇങ്ങോട്ട് രാഷ്ട്രീയം അറിയുന്നവർക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. കോൺഗ്രസിനെ നശിപ്പിക്കാൻ മറ്റുള്ളവരാരും വരണ്ട, ഇവറ്റകൾ മാത്രം മതി. ഇനി ഇവനെയൊക്കെ വെള്ളം പൂശാൻ വേണ്ടി കുറെ നിഷ്പക്ഷ നിലപാടുള്ള ഓനൊക്കെ വന്നിട്ട് എന്തൊക്കെയോ യൂട്യൂബ് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. മനസ്സിലായ? എന്ത് വെള്ളപൂശല?
ആകാശത്തിന് കീഴില് ഭൂമിക്ക് മേലെയും ആകാശത്തിന് കീഴിലുള്ളത് ആ പുള്ളിക്ക് മാത്രമേ അറിയുന്നുള്ള ചിന്തയിൽ ആ പുള്ളി അടിച്ച് കസറുന്നുണ്ട്. നിങ്ങൾ അറിയോ, യൂത്ത് കോൺഗ്രസിലേക്ക് കൂടി വന്നില്ലേ, KSUവിലേക്ക് കൂടി വന്നില്ലേ, പോലീസിന്റെ അടി കിട്ടിയില്ലേ, ഭാരതിയോടോ യാത്രയുണ്ടാക്കി നടന്നില്ലേ? ഭയങ്കരല്ലേ, ഭയങ്കര. ഞങ്ങൾ വിശ്വസിച്ച് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എവിടെയാ എന്താ ഉണ്ടായത്? പാർട്ടിക്ക് അവൻ നേട്ടം ഉണ്ടാക്കി, പാർട്ടിക്ക് എന്താ ഒലക്കേണ്ടായത്? ഇതാ ഇപ്പം കണ്ടില്ലേ, ഒരു 100 സീറ്റും 102 സീറ്റോളം വാങ്ങിച്ച് ഒരുത്തൻ കഷ്ടപ്പെടുക. ആ കഷ്ടപ്പെട്ടവനിക്ക് അതിന്റെ കൂലി കൊടുക്കാൻ വേണ്ടി തയ്യാറാവാതിരിക്കുക. എന്നിട്ട് അതെന്ത് പണിക്ക, അവന്റെ കൂടെ നിൽക്കുന്നവർ മുഴുവൻ വന്നിട്ട് ഒരുപാട് കാലം പ്രശ്നങ്ങളാക്കിയിട്ട് പിടിച്ച് വാങ്ങിക്കുക. മനസ്സിലായ? ആ തരത്തിലേക്ക് എത്തിച്ചില്ലേ? ജോഡോ യാത്ര നടന്നു, KSUവിന്റെ അടി വാങ്ങിച്ച്, യൂത്ത് കോൺഗ്രസിന്റെ അടി വാങ്ങിച്ച വിദ്വാനി അല്ലേ, ചെയ്തില്ലേ? എന്താണ് അത് പറയാത്തത്? നിങ്ങൾ എന്തേ അത് പറയാത്തത്? നിങ്ങൾ അറിയണം ഈ പ്രസ്ഥാനം എങ്ങനെ ഉണ്ടാക്കിയത്. ഇവനാക്കാണ് വലിയ മരിച്ചു വീണിട്ടില്ല ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്. ഇന്ന് രാജിയൊക്കെ ഇല്ലേ, രാജീവ് ജിയൊക്കെ. അതിനു മുമ്പിൽ എത്ര നേതാക്കന്മാർ എങ്ങനെ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്? അങ്ങനെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. മനസ്സിലായ? അപ്പൊ ഈ പുള്ളി, ഈ നിഷ്പക്ഷ നിലപാടുള്ള പുള്ളി ഇങ്ങനെയൊക്കെ വക്രീകരിച്ച് അങ്ങ് കൊണ്ടുപോയി വെളുപ്പിച്ചിട്ട് എന്താ പറയുന്നത്? ഇതൊക്കെ ചെയ്തത് കൊണ്ട് ഇനി കേരളത്തിലുള്ള കോൺഗ്രസ് അങ്ങ് നശിപ്പിച്ച ആളാണ്. ഇവനിക്ക് അതിന് പൂർണ്ണ ഉത്തരവാദിത്തം കൊടുക്കുക. ഇയാളോടെന്തോ വർത്താനവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇയാളിങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കാച്ച കെട്ടി അങ്ങ് ഇറങ്ങുക. എന്നിട്ടോ പ്രതിഷേധിച്ച സമൂഹത്തെ ഇയാൾ മോശമായി ചിത്രീകരിക്കുക. എടാ, ഈ പോങ്ങനോട് ആരെങ്കിലും പറയും ഇവനെയൊക്കെ ഈ നേതാവാക്കിയതും ഈ MP-യും MLA ഒക്കെ ആക്കി വിട്ടതും ഇന്നീ ആക്ഷേപിച്ച സാധാരണ പാർട്ടി പ്രവർത്തകരാണ്. പഴയ തട്ടിലുള്ള പ്രവർത്തകര് അടിയും ചവിട്ടും കുത്തും കിട്ടിയിട്ട്. മനസ്സിലായ? അല്ലാതെ ദൈവത്തിന്റെ അടുത്ത് നേരെ ഇറങ്ങി വന്നിട്ട് ഈ സ്ഥാനങ്ങൾ കിട്ടിയതല്ല. ഈ പോങ്ങ മനസ്സിലാക്കേണ്ടതാ. അപ്പൊ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, പ്രസ്ഥാനത്തിന്റെ വികാരം, പ്രസ്ഥാനം നിലനിൽക്കണം എന്ന് വേണ്ടി പ്രവർത്തിച്ച് ഇവനെയൊക്കെ നേതാവാക്കി മാറ്റിയ അണികൾക്ക് ഒരു ഡൌട്ട്, അതായത് കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ നശിപ്പിക്കാൻ വേണ്ടി പുള്ളി മുന്നോട്ട് വരുന്നുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ പ്രതികരിക്കൂടാ. അതിനുള്ള റൈറ്റ് ഉണ്ടടാ അവർക്ക്. ഇവനാക്കാണ് റൈറ്റ്, ഇവരിക്കാന്ന്. എന്ത് സംഭാവനയോ ചെയ്തത് ഞാൻ ചോദിക്കട്ടെ? സംഭാവനയോ അദ്ദേഹത്തിന്റെ ത്യാഗോജ്വലമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയതെന്ന്. എടാ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മരിച്ചു വീണ പട്ടിണി പാവങ്ങളുണ്ട്, ഒരുപാടുണ്ട്. കണ്ണൂർ ജില്ലക്കകത്ത് ഞാൻ ഒരുപാട് പേര് പറയാം. എന്താ പിന്നെ അവർക്കൊക്കെ കൊടുക്കണം മന്ത്രിസ്ഥാനം, അല്ലെങ്കിൽ MLA സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കണം? ഇവരാ കാണാൻ വലിയ നഷ്ടങ്ങളാണല്ലോ ആ കുടുംബത്തിലൊക്കെ സംഭവിച്ചത്. അവിടെയൊക്കെ അവരെ അനുജന്മാരും അവരെ സഹോദരിമാരും നല്ല എഡ്യൂക്കേറ്റഡ് ഉണ്ട്, വിദ്യാസമ്പന്നരായിട്ടുള്ളവരുണ്ട് അവരുടെ കുടുംബത്തിനകത്ത്. ഒരാളെ കൊണ്ടുവന്നിട്ട് MLA MP ആക്കി മാറ്റി. അവരും കൊടുത്തില്ലേ? ഈ ജീവൻ തന്നെ കൊടുത്തതല്ലേ അവര്, അല്ലേ? എന്തേ പറയുമ്പോ ഇതും കൂടി അങ്ങ് കയറ്റി വെക്കണ്ടേ അങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി വരുമ്പോ? ഇപ്പൊ ഒരുപാടായി തോന്നുന്നു അല്ലേ? ഒരു കാഞ്ച നിങ്ങളുടെ അഭിപ്രായം കൂടി അങ്ങ് എഴുതി. ഈ ഞാൻ പറഞ്ഞത് അതാ വൈക്കോട്ടെ. ഈ മന്ത്രിസഭയുടെ പട്ടികയിലുള്ള അഭിപ്രായം കമന്റായിട്ട് അടയാളപ്പെടുത്തും. ഞാൻ ഈ വീഡിയോസിന്റെ കമന്റ് കൃത്യമായിട്ട് നോക്കാം. ഞാൻ അങ്ങനെ കമന്റ് നോക്കാൻ സമയം കിട്ടാറില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഉറക്കമൊഴിഞ്ഞിട്ട് ഈ കമന്റ് ഞാൻ നോക്കും നിങ്ങൾ എഴുതുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം. അറിഞ്ഞതിന്റെ ശേഷം ബാക്കി നമുക്ക് നാളെ പ്രതികരിക്കാം. ഓക്കെ.